വേൾഡ് ക്യാമ്പസ് കണക്ട് മെയ് 2 കണ്ണൂർ ഹോട്ടൽ സ്കൈ പേൾ, മെയ് 3 കോഴിക്കോട് ഹൈസൻ ഹെറിറ്റേജ്. പ്രിയപ്പെട്ടവരെ, ചൂട് കൂടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഡോക്ടർ അനീഷ് ടി എസ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നമുക്കൊപ്പം ചേരുന്നു. പൊതുജനാരോഗ്യ വിദഗ്ധനാണ്. ഗുഡ് മോർണിംഗ് അനീഷ്. അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം. ഞാനും ഈ ഡോക്ടർ ടി എസ് അനീഷും അഞ്ചൽ കോളേജിൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. മാത്രമല്ല, ഇത് പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞങ്ങൾ അന്ന് ഒരുമിച്ച് ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത് ട്യൂഷൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. ആ ക്രിക്കറ്റ് കളിക്കാൻ പോയ പനഞ്ചേരിയിലെ ഗ്രൗണ്ടിൻ്റെ പേര് ഓർമ്മയുണ്ടോ ഡോക്ടർ അനീഷ് ടി എസ്? ഊട്ടുപറമ്പല്ലേ? ഊട്ടുപറമ്പ്. അതാണ് ഞാനതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഊട്ടുപറമ്പിൽ അന്ന് നമ്മൾ ഉച്ചയ്ക്ക് കളിക്കാൻ പോയൊരു കാലമുണ്ട് അല്ലേ? ഇന്നങ്ങനെ കളിക്കാൻ പോകാൻ പറ്റത്തില്ല. അത് നമുക്ക് അവിടെ തുടങ്ങാം അല്ലേ? ആ സമയത്തൊന്നും പക്ഷേ നമ്മൾ ഈ ഉഷ്ണതരംഗമോ ഇത്രയും വലിയ ചൂടോ ഒന്നും കണക്കാക്കിയിട്ടില്ല. ഉച്ചയ്ക്കൊക്കെ നമ്മൾ അവിടെ പോയി ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്. തുറന്ന വെയിലാണ്, എത്ര കളിച്ചാലും നമുക്ക് മടുത്തിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷേ ഇപ്പോൾ കളിക്കുന്നതിന് കുറച്ച് നിയന്ത്രണം വേണം അല്ലേ ഡോക്ടർ അനീഷ് ടി എസ്? തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെറുതെ ബസ് കാത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും സൂര്യാതപം ഏൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം അല്ലെങ്കിൽ ഈ വെയിൽ നേരിട്ട് വീഴുന്ന സമയത്ത് അതിനെ മാനേജ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ജലാംശം ഇല്ലയെന്നുണ്ടെങ്കിലാണ് പൊതുവിൽ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ അത് ഇപ്പം സ്കിന്നിന് പൊള്ളുന്ന ഒരു സാഹചര്യമാണ്. അത് നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ്, അത്രത്തോളം സ്കിന്നിന് പൊള്ളി പോയിട്ടില്ലെങ്കിൽ. പക്ഷേ ചില സമയത്തൊക്കെ ജീവൻ അപകടപ്പെടുന്ന രീതിയിൽ സൂര്യാഘാതം ഏൽക്കുകയും ഒരുപക്ഷെ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ വീണു പോവുകയും അവിടെ കിടന്ന് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം. പിന്നെ നേരത്തെ അരുണ് പറഞ്ഞതുപോലെ ഇതൊരു തരംഗമായിട്ട്, ഉഷ്ണതരംഗമായിട്ട്, പ്രത്യേകിച്ച് അർബൻ ഏരിയാസിൽ, നഗരപ്രദേശങ്ങളിൽ, വായുസഞ്ചാരം കുറവുള്ള സ്ഥലങ്ങളിൽ കെട്ടിനിൽക്കുന്ന ചൂടുവായു ഉഷ്ണതരംഗമായിട്ട് രൂപപ്പെട്ട് ഒരുപാട് ആളുകളെ ഒരുമിച്ച് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സാധാരണ പൊള്ളലേറ്റാൽ മാത്രമാണ് സൂര്യാഘാതം എന്നൊരു തെറ്റായൊരു നോഷൻ ഉണ്ടല്ലോ. ആന്തരിക അവയവങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അധികം ആർക്കും ബോധമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ കണ്ണൂരിൽ ഒരാൾ മരിച്ചു. അയാൾ ഗൾഫിൽ നിന്ന് വന്നയാളാണ്. കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ സൂര്യാഘാതമേറ്റാണ് മരിച്ചതെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കും സംഭവിച്ചിട്ടുണ്ടാവാം, കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ പൊള്ളലേൽക്കുക മാത്രമല്ല അല്ലേ? അതെ, പൊള്ളലേൽക്കുമ്പോൾ ശരീരത്തിൻ്റെ നല്ലൊരു ശതമാനം, ഏതാണ്ട് ഒരു 30-40% സ്കിന്നിന് പൊള്ളിപ്പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ജീവൻ അപകടമാകാനുള്ള സാധ്യത കുറവാണ്. പൊള്ളൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും അത് കാരണം ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ സൂര്യാഘാതം എന്ന് പറയുന്നത് പൊള്ളൽ മാത്രമല്ല. പൊള്ളലാണ് ഏറ്റവും കോമൺ മാനിഫെസ്റ്റേഷൻ എങ്കിലും ചില സമയത്തൊക്കെ നമ്മുടെ ശരീരത്തിന് ഊഷ്മാവിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയാത്ത രീതിയിൽ മാറും. അപ്പം നമ്മളെല്ലാവരും ഉഷ്ണരക്തജീവികളാണ്. ഉഷ്ണരക്തജീവി എന്ന് വെച്ചാൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് നമ്മുടെ രക്തം എപ്പോഴും നിൽക്കുക. നമ്മൾ തണുത്ത കാലാവസ്ഥയിൽ പോയാലും ചൂട് കാലാവസ്ഥയിൽ പോയാലും ഇത് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിന്ന് കാര്യമായിട്ട് വ്യതിചലിക്കില്ല. അത് കാരണമാണ് നമ്മുടെ ശരീരധർമ്മ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ പാമ്പിൻ്റെ കാര്യം അങ്ങനെയല്ല. പാമ്പിന് ഉഷ്ണത്തിൽ ജീവിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു ശീതരക്തജീവിയാണ്. അതിൻ്റെ ബോഡി ഫ്ലൂയിഡ് ഈ ഊഷ്മാവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും അതിനൊട്ടും തന്നെ പ്രതിരോധിക്കാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയും വരും. അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യന് എളുപ്പമാണ്. കാരണം 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ നമ്മുടെ രക്തം നിലനിൽക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിന് അത് മാനേജ് ചെയ്യാൻ കഴിയാതെ പോയാൽ, ഇപ്പോൾ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഈർപ്പം ഇല്ലെങ്കിലോ നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെ കൂടുതൽ സൂര്യാതപം നമ്മൾ ഏൽക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ ഹൈപ്പർ തെർമിയ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്. നമ്മുടെ രക്തത്തിലെ ഊഷ്മാവ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ശരീരധർമ്മ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഫെയിൽ ചെയ്യും. ശരീരത്തിന് പിന്നീട് പ്രവർത്തിക്കാൻ പറ്റില്ല. ശരീരത്തിൽ സാധാരണ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. അതീ പറഞ്ഞ കിഡ്നി, ഹൃദയം തുടങ്ങിയ അവയവങ്ങളെല്ലാം ബാധിക്കുകയും ആൾ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. റൈറ്റ്. ഈ ചൂട് വരുന്ന സമയത്തെ നമ്മൾ എങ്ങനെയാണത് ജീവിതശൈലി ക്രമീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ധാരാളം വെള്ളം കുടിക്കണമെന്നൊക്കെ നമ്മൾ പറയും. കോട്ടൺ വസ്ത്രങ്ങൾ, അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൻ്റെ കീഴിലേക്ക് വരാതിരിക്കുക. അൾട്രാവയലറ്റ് ഇൻഡെക്സ്, UV ഇൻഡെക്സ് കൂടി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊതുജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ പറ്റുക? നിങ്ങളുടെ ജീവിതശൈലിയിൽ എങ്ങനെയാണ് ഒരു മാറ്റം വരുത്തേണ്ടത് ഈ ഉഷ്ണകാലത്ത്, ഈ ചൂട് കൂടുമ്പോൾ? തീർച്ചയായിട്ടും അരുൺ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വെള്ളം കുടിക്കുക എന്നുള്ളതിന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്.
അതായത് നമ്മൾ ചിലപ്പോൾ തണുപ്പത്തായിരിക്കും നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും, നമുക്ക് ദാഹം തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ സൂര്യൻ വളരെ കൂടുതലായിട്ട് ഏൽക്കുകയും നമ്മുടെ ശരീരത്തിൽ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം തികയാതെ വരികയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ദാഹം തോന്നും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ദാഹം തോന്നുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടിപ്പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ദാഹത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, ഇത് മുൻകൂട്ടി കണ്ട് വളരെ കൂടുതൽ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരല്പം വെള്ളം കൂടുതൽ കുടിച്ചാലും അത് മൂത്രത്തിലൂടെ അങ്ങ് പോകും എന്നുള്ളതല്ലാതെ നമുക്ക് അപകടമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് ദാഹത്തിന് വേണ്ടിയിട്ടല്ല, ഈ സൂര്യാഘാതത്തിന് തടയാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ പൊതുവേ നമ്മൾ കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ ഈ സൂര്യാഘാതം സൂര്യനുമായിട്ട് നേരിട്ട് തീർത്തോളൂ. സൂര്യാഘാതം സൂര്യനുമായിട്ട് നേരിട്ട് അടിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു ഇംപ്രഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. ഈ മുറിക്കുള്ളിൽ പോലും സൂര്യാഘാതം ഏൽക്കാം, പ്രത്യേകിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ കിടപ്പ് രോഗികളൊക്കെ കിടക്കുന്ന മുറിയുടെ ജനലും വാതിലും ഒക്കെ തുറന്നിടണം. അല്ലെന്നുണ്ടെങ്കിൽ മുറിക്കുള്ളിൽ അയാൾക്ക് സൂര്യാഘാതം ഏൽക്കും, നമുക്കത് സൂര്യാഘാതമാണെന്ന് അറിയാൻ കഴിയില്ല. ഒരുപക്ഷെ നമുക്ക് അയാൾ ഹൃദയാഘാതം വന്ന് മരിച്ചതായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് കണക്ക് വളർത്തു മൃഗങ്ങൾ, കൊച്ചു കുട്ടികളെയൊക്കെ അടഞ്ഞ കാറിനുള്ളിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലത്തൊക്കെ ഇട്ടിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത് പോലും ഒരുപക്ഷെ കുട്ടിക്ക് സൂര്യാഘാതം ഉണ്ടാകാം. അപ്പോൾ നേരത്തെ അരുൺ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാറ്റും വെളിച്ചവും കടക്കുന്ന സാഹചര്യം, അത് മുറിയുടെ ജനലുകൾ വഴിയായിട്ടാണെങ്കിലും കോട്ടൺ വസ്ത്രങ്ങൾ വഴിയായിട്ടാണെങ്കിലും അത് നമ്മൾ വളരെയധികം ഉറപ്പുവരുത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഓക്കെ ഡോക്ടർ, ഒരു നിമിഷം അനീഷ് തുടരണം. ഒരു കുഞ്ഞ് ഗസ്റ്റ് കൂടി വരുന്നുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇന്നലെ സൂര്യാതപമേറ്റ പാലക്കാട് കുനിശ്ശേരിയിലെ ഒരു 5 വയസ്സുകാരൻ, അവൻ പറയുന്നത് ഇന്നലെ വൈറലായിരുന്നു. വീട്ടിന് പുറത്തിറക്കി കളിക്കരുതെന്ന് സുഹൃത്തുക്കളോട് ഈ ത്രിജിൽ എന്നാണ് ഈ കുട്ടിയുടെ പേര്, ത്രിജിൽ ആവശ്യപ്പെടുന്ന വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ്. സ്കൂൾ ഗ്രൂപ്പിലിട്ട ഒരു വീഡിയോ ആണ് വൈറലായി തീർന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. എൻ്റെ പേര് ത്രിജിൽ, എൻ്റെ വീട് പാലക്കാട് കുനിശ്ശേരിയാണ്. ഇത് കണ്ടു പൊള്ളിയിരിക്കുന്നത്. അപ്പം എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. എങ്ങനെയാ പൊള്ളിയതെന്നും കൂടി പറഞ്ഞു കൊടുക്ക്. വെയിലത്തിറങ്ങിയിട്ട് പൊള്ളിയതാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യണം? വെയിലത്തിറങ്ങി നടക്കരുത്, എന്താക്കണം? സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. ഓക്കെ, കുഞ്ഞ് ത്രിജിലിനെ അനീഷ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. കുഞ്ഞ് ത്രിജിൽ ഇപ്പോൾ നമുക്കൊപ്പം ലൈവായിട്ട് ചേരുന്നുണ്ട്. ത്രിജിൽ കുഞ്ഞു, ഹായ് ഹായ്. എന്താ പറ്റിയ? കണ്ണിന്റെ താഴെ ഒരു പൊള്ളലുണ്ടല്ലോ. ആ, എന്താ പറ്റിയേ? എന്തു പറ്റി? വെയിലത്തിറങ്ങിയപ്പോ പൊള്ളിയതാണോ? ആ, എപ്പോഴാ കളിക്കാൻ പോയതാണോ? ഇവിടെ കവിളിലും മൂക്കിലും. മൂക്കിലും ഉണ്ടോ? ഒന്ന് കാണിച്ചേ. കളിക്കാത്തതാണ്. ആ, വെയിലത്തിറങ്ങിയതാണോ പൊള്ളിയത്? അല്ല. പിന്നെ എന്താ കൂട്ടുകാരുടെ എന്തോ പറയാ? ആ, അയ്യോ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോയതാണ്, അപ്പോഴേക്കും പൊള്ളിയാ? ആ, അതെങ്ങനെയാ അല്ലേ? നമുക്ക് ഡോക്ടറെങ്ങളുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കാം. മൂത്രം ഒഴിക്കാനൊക്കെ പോയാൽ പൊള്ളുമെന്ന്. ശരിക്കും മൂത്രം ഒഴിക്കാൻ പോയി പൊള്ളിയതാണോ അതോ കളിക്കാൻ പോയി പൊള്ളിയതാണോ? ഓക്കെ, അപ്പൊ എന്താ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞത് കുഞ്ഞ് ത്രിജില്? ഇനി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. ആ, ഒന്ന് പറഞ്ഞോ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ. കുറച്ച് കൂട്ടുകാരെ കേട്ടുള്ളൂ, കുറേ കൂട്ടുകാരുണ്ട്, അവരെ നമുക്ക് കേൾപ്പിക്കാം. ഒന്ന് പറഞ്ഞോളൂ. വെയിലത്തിറങ്ങാൻ പാടില്ല അല്ലേ? കളിക്കാനായിട്ട് വെയിലത്തിറങ്ങാൻ പാടില്ല പറയും അല്ലേ? ആ, അതാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടർ അങ്കിൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഡോക്ടർ അങ്കിൾ എന്താ പറയുന്നതെന്ന് കേട്ടോളൂ കേട്ടോ. അനീഷ് ഇപ്പോൾ ത്രിജിലാണ്. ത്രിജിലിൻ്റെ അമ്മ പറയുന്നിരിക്കുന്നു അവർ പുറത്തേക്ക് കുഞ്ഞ് കളിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് മൂക്കിലും ഇവിടെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് ത്രിജിൽമാരടക്കമുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരോട് എന്താണ് ഡോക്ടർ അനീഷിന് പറയാനുള്ളത്?
അരുണെ, നമുക്ക് പറയാൻ ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യമാണ്. വെള്ളം കുടിക്കുക, വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിനുള്ളിൽ കഴിയുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ജലാംശം ആയിരിക്കില്ല വെളിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളത്തിനോടൊപ്പം ലവണങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാളും വീട്ടിൽ ലഭ്യമായിട്ടുള്ള ഈ ORS കുടിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെയാണ് നല്ലത്. പക്ഷേ ORS നമ്മുടെ വീട്ടിൽ പൊതുവേ നമ്മളങ്ങനെ തയ്യാറാക്കി വെക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇപ്പോൾ കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലുള്ള കഞ്ഞി വെള്ളം, ഉപ്പിട്ട കഞ്ഞി വെള്ളം, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മോരും വെള്ളം, നാരങ്ങ വെള്ളം, ഇതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചായ, കാപ്പി തുടങ്ങിയ കാര്യങ്ങളിൽ ഈ കഫീൻ വരുന്നത് കൊണ്ട് ഒരുപക്ഷെ അത് അത്ര ഡിസൈറബിൾ ആയിരിക്കില്ല. പക്ഷെ മറ്റ് പാനീയങ്ങളില്ലെങ്കിൽ ഇവൻ അത് ഉപയോഗിക്കുന്നത് പോലും നമുക്ക് ശീലമാക്കാം. പിന്നെ ഈ ചൂടിനെ പ്രതിരോധിക്കാനും സൂര്യാതപം തടയാനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് തടയാനും ഒക്കെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്ന് ഫ്രൂട്ട്സിൻ്റെ കാര്യമായിട്ടുള്ള ഉപയോഗമാണ്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ സീസണൽ ഫ്രൂട്ട്സ്, ഇപ്പോൾ മാങ്ങയൊക്കെ കിട്ടുന്ന കാലമാണല്ലോ, ഡയബറ്റീസ് ഒന്നും കാര്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് പഴങ്ങൾ നമുക്കിതിനെ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കാം. ശരീരത്തിലെ ജലാംശവും ലവണങ്ങളുടെ അംശവും നിലനിർത്താൻ എന്ത് ചെയ്യാൻ കഴിയും? നേരിട്ട് ചൂട് ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? അഥവാ ചൂട് വായുവുമായിട്ടൊരു സമ്പർക്കം വരാതിരിക്കാൻ ആ വായുവിനെ ഏത് രീതിയിൽ നമുക്ക് ഈ ജനലും വാതിലും വഴിയായിട്ടും കോട്ടൺ വസ്ത്രങ്ങൾ വഴിയായിട്ടും ഒക്കെ തടയാനായിട്ട് കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപകടം പറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശരീരത്തിനെ തണുപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ആൾക്ക് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ കാര്യമായിട്ട് വെള്ളം അപ്പം തന്നെ കൊടുക്കണം. വെള്ളം കുടിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് ഡ്രിപ്പ് ഇടണം. രണ്ടാണേലും ഈ ഒരു അവസ്ഥയിൽ നമുക്കറിയില്ലല്ലോ എത്രത്തോളം ജലാംശം നഷ്ടപ്പെട്ടു, ശരീരത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാത്തത് കൊണ്ട് സൂര്യാതപം ഏൽക്കുന്ന ഏത് സാഹചര്യമാണെങ്കിലും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു അനീഷ്. താങ്ക് യു ഡോക്ടർ അനീഷ് ചേർന്നതിന്, ഒപ്പം പ്രേക്ഷകർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചതിന്. അപ്പോൾ ത്രിജിലെ, അപ്പോൾ കളിക്കാൻ പോകണ്ടേ ഇനി? എന്ത് കളിയാണ് കളിക്കുക ത്രിജില്? ഏതെങ്കിലും കളി കളിക്കാം. പുറത്തിറങ്ങി പോയാണോ കളിക്കാൻ പോകുന്നത് വെയിലത്ത്? അല്ല, വീട്ടിനുള്ളിൽ ഇരുന്നാ കളിക്കുക അല്ലേ? കൂടെ കളിക്കാൻ കൂട്ടുകാരൊക്കെ ഉണ്ടോ? ഓ ഓക്കെ. അപ്പോൾ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്ന് കളിക്കണം കേട്ടോ. ഡോക്ടർ അങ്കിൾ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം കേട്ടോ. അതേ, നാരങ്ങ വെള്ളവും മോരും വെള്ളവും ഒക്കെ കുടിക്കണം കേട്ടോ. ഓക്കെ ത്രിജിൽ, താങ്ക് യു. അപ്പോൾ ത്രിജിൽ ചെറിയ പൊള്ളലേറ്റു, മൂക്കിൻ്റെ അവിടെയും കവിളിൻ്റെ അവിടെയും ചെറിയ പൊള്ളലേറ്റു. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പുറത്ത് നല്ല വെയിലിൽ കളിക്കാൻ വിടാതിരിക്കുക. അതുപോലെ ഈ അടച്ചുറപ്പുള്ള വീടായിരിക്കണം, അതിനകത്ത് നെറ്റൊക്കെ അടിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാതിലും ജനലും തുറന്നിടാൻ പറയും. ഈ ജനലും വാതിലും തുറന്നിട്ട് അതിനകത്തുള്ള പാമ്പ് വരും. പിന്നെ എങ്ങനെപ്പാ തുറന്നിടുന്നത് എന്ന് ചോദിക്കും. നെറ്റൊക്കെ അടിച്ച് ഭദ്രമായിട്ട് കുഞ്ഞുങ്ങളെ കളിക്കാനുള്ള വീടിനുള്ളിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. കുറച്ചൊക്കെ അവർ പടം വരയ്ക്കുകയോ എഴുതുകയോ ഒക്കെ ചെയ്യട്ടെ. പിന്നെ ഒരു 10-15 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ഗെയിമൊക്കെ ആണെങ്കിൽ പോലും ഒരു 10-15 മിനിറ്റ് സമയം വെച്ചൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് സമയം കുട്ടികളെ കമ്പ്യൂട്ടറിലും മൊബൈലിലും കൊണ്ട് കളിക്കാനും വിടരുത്. എന്തെങ്കിലുമൊക്കെ നല്ല ചിത്രകഥകളൊക്കെ വായിക്കാൻ കൊടുക്കുക. കുട്ടികൾ പരമാവധി വീടിനുള്ളിൽ തന്നെ നിന്ന് കളിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ജനാലകളിൽ കട്ടിയുള്ള കർട്ടനുകൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജനലുകളിൽ പരമാവധി വെന്റിലേറ്ററുള്ള ജനലുകളിൽ ഈ നെറ്റ് അടിക്കുന്നതും നന്നായിരിക്കും. ഭിത്തികൾക്ക് ഒക്കെ ഏതെങ്കിലും തരത്തിൽ ദുർബലമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതും നന്നായിരിക്കും. ഇൻ്റർലോക്കിന് പകരം സാധാരണ പുല്ലും മണ്ണും ഒക്കെയാണ് നല്ലത്. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തെ ഈ വിദേശ രാജ്യങ്ങളിലും ഹോട്ടലിലും ഒക്കെ കാണുന്നത് പോലെ കംപ്ലീറ്റ് കൊണ്ടുവന്ന് ടൈലങ്ങ് വിരിച്ചേക്കുക. പണ്ട് നല്ല പൂഴി മണലും ചരലും പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതൊക്കെ വളരെ കൃത്രിമമായിട്ട് ചൂട് വെച്ച് ഇങ്ങനെ പിടിപ്പിച്ചു. ഇപ്പോൾ വീടിൻ്റെ നമ്മുടെ സിറ്റ് ഔട്ടിലിരിക്കുന്നുണ്ട്, എന്തൊരു ചൂട്. പണ്ട് ഓർമ്മിക്കുന്നുണ്ട്, ഒരു 10 വർഷം മുമ്പ് വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പച്ചപ്പും കുറച്ച് ചെടിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്, ഒറ്റപ്പുറത്ത് കുറച്ച് വാഴയും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് അത്ര വലിയ ചൂടൊന്നും അടിച്ചിരുന്നില്ല. ഈ ചൂടൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവന്നതും കൂടിയാണ് കുറച്ച്, അല്ലേ? വീടിൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് പാകിയിട്ട് ഇപ്പോൾ അതിൻ്റെ സൈഡിലിരുന്നിട്ട് എന്തൊരു ചൂട് എന്ന് പറയുന്നുണ്ടാവും. ഇതൊക്കെ അന്ന് വരണമെന്ന് ആലോചിക്കണമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരമാവധി വീടിനുള്ളിൽ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് നെറ്റൊക്കെ അടിച്ച് പാമ്പും കയറാതെ സുഖമായിട്ടിരിക്കാനേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ.